ടോപ്പ് 5-ലുണ്ടോ? അതിന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടല്ലേ. നൂറ ടോപ്പ് 5-ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്പസമയം മുമ്പ് ബിഗ് ബോസ് അതൊരു കൺഫെഷൻ റൂമിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സമയം മുമ്പ് വെറുതെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നൂറയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അവിടെ എത്തി നൂറയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നൂറ താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ബിഗ് ബോസ് നൂറയെടുത്ത് പറഞ്ഞു ഫിനാലെ വീക്കിലേക്കാണ് നൂറ എത്തിയിരിക്കുന്നതെന്ന്. അത് 3ാമത്തെ ആഴ്ചയിൽ എവിക്ഷനിൽ നൂറ വന്നിട്ടില്ല. നൂറ കളിച്ച് നേടിയ ആ ടിക്കറ്റ് ഓഫ് ഫിനാലയിൽ നൂറയ്ക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കറക്റ്റായിട്ട് ഇന്ന് കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് പറയുന്നുണ്ട് നൂറ ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണെന്ന്. ഈ ഫിനാലെ വീക്കിൽ നടക്കുന്ന എവിക്ഷനിൽ നൂറ അത് എഫക്റ്റ് ആവും. ഈ ആഴ്ച ഒരു എവിക്ഷൻ നടക്കും, 1-2 പേര് പോയേക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ പോകും എന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഫിനാലെ വീക്കിൽ 2 പേര് പോകാൻ സാധ്യതയുണ്ട്. ഈ 2 പേരും മിഡ് വീക്ക് എവിക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ തലേ ദിവസം പോകും. അങ്ങനെ എന്തും സംഭവിക്കാം. ആ കൂട്ടത്തിൽ നൂറയും പെടും. മൺഡേ മുതൽ ഫൈനൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വോട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കുറച്ചൊരു ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്. ധാരാളം കമൻറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക്, ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവും നമുക്കിടയിൽ. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വോട്ട് എന്ന് കണ്ടില്ലേ, ഈ വോട്ടിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വോട്ടിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോട്ടോസ് കാണാം. ഇതിൽ നമുക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ വിജയകിരീടം ചൂടേണ്ടതെന്ന് നമുക്ക് തോന്നുന്നോ അവരുടെ വോട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അവരുടെ ഫോട്ടോയുടെ മേളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വോട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വോട്ട് ചെയ്യുക. തിങ്കളാഴ്ച മുതൽ ഫൈനൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല, വിജയകിരീടം ചൂടാൻ പോകുന്നത് ആരാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഈ തിങ്കളാഴ്ച മുതൽ നടക്കുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന കണ്ടസ്റ്റൻസ് ഓരോ ദിവസങ്ങളിൽ മിഡ് വീക്ക് എവിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഔട്ടായി വരും. അവസാനം ടോപ്പ് 5 ആരൊക്കെയായിരിക്കും ടോപ്പ് 5-ൽ ഉണ്ടാവുക, ആരൊക്കെയായിരിക്കും ലാലേട്ടൻ കൈ പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.